നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ ഫ്രൈ. അപ്പോൾ നമുക്കിന്നൊരു സ്പൈസി ആൻഡ് ഡെലീഷ്യസ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ മീഡിയം വലിപ്പമുള്ള പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇനി ഡാർക്ക് സോയ സോസ് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അവരവരുടെ അളവിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കന് ഒരു അടിപൊളി രുചി നൽകുന്നതിന് ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ മസാല പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഹോം മെയ്ഡ് ചിക്കൻ മസാല പൗഡറാണ്. അതിനുശേഷം നമുക്ക് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാനായിട്ട് ഇതിനകത്തേക്ക് 1 കപ്പ് കോൺഫ്ലോർ പൊടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നത് നമുക്ക് ഇതേപോലെ സ്പൂണിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കൈക്ക് ചെയ്യുന്നതാണ് ഇച്ചിരിയും കൂടെ നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമുക്ക് റെഫ്രിജറേറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് മറ്റ് കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. സൺഫ്ലവറോ മസ്റ്റാർഡ് ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണയൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സെറ്റായിട്ടാണ് ചിക്കൻ വറുത്ത് എടുക്കുന്നത്. ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് വരെ ഇതിനകത്ത് ഒന്നും ഇട്ട് ഇളക്കരുത്. അങ്ങനെ ഇളക്കുമ്പോൾ നമ്മുടെ കോട്ടിങ് ഇളകിപ്പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ആദ്യത്തെ ഒരു 2 മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. തിരിച്ച് ഇട്ട് കൊടുത്തും ഒരു 3 മിനിറ്റ് തൊട്ട് ഒരു 4 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അത് കരിയാതെ സൂക്ഷിക്കുക. അതിനായിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിം സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് ചിക്കൻ ഫ്രൈ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് കോരി മാറ്റാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് സെറ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം കോരി മാറ്റാം. അപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു പാൻ എടുക്കാം. അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് 1.5 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും 1.5 ടീസ്പൂൺ നമ്മൾ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയും ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. അടുത്തതായിട്ട് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഷെസ്വാൻ സോസാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ചിക്കന് നല്ലൊരു റെഡിഷ് നിറവും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ സോസ് ചേർത്ത് കൊടുക്കുന്നതിന്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ ചതച്ച
മുളക് 1 ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് ഇതിനകത്തിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ഇത് സോട്ട് ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം സോട്ട് ചെയ്യാനായിട്ട്. ചിക്കനൊക്കെ ചേർത്ത് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു മുഴുവൻ ക്യാപ്സിക്കം ഇതേപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്കൊരു 1 മിനിറ്റ് ഇതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്താൽ മതി. ക്യാപ്സിക്കം നമുക്ക് ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല. ക്യാപ്സിക്കം ചേർത്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ആ ചിക്കൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു 3 to 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേനൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേനൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വൈറ്റ് സെസൈം സീഡ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ വെളുത്ത എള്ള് ഒരു 1.5 ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു അതീവ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.